സനൽ എന്ന് പറയുന്ന ഒരാളില്ല. അത് ബാലുവാ. ഞാനീ പറഞ്ഞു വന്നത് മുഴുവൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനായ സനലിനെ കുറിച്ചാ. ആ സനൽ യഥാർത്ഥത്തിൽ ആമിയുടെ മോൻ തന്നെയാണ് ബാലു. അതുകൊണ്ട് ആമി എന്നോട് ക്ഷമിക്കണം. എന്നെ വെറുത്താലും ആമിയുടെ മകനെയും അവന്റെ കുഞ്ഞിനെയും ഒരിക്കലും വെറുക്കരുത്. നീ ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം, അതാ വിളിച്ചേ. ഇല്ല, സിദ്ധു സാറ് വലതും വിളിച്ചു പറഞ്ഞോ നാളത്തെ മീറ്റിംഗിന്റെ കാര്യം? സാറിനെ വിളിച്ചിരുന്നു, അപർണയെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ കൃപ, പക്ഷെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നും തലയിലോട്ട് കേറുന്നില്ല. നീ കിടന്ന് ഉറങ്ങും പെണ്ണെ, വെളുപ്പിനെ എഴുന്നേറ്റ് വർക്ക് ചെയ്താൽ മതി. ഉറങ്ങാൻ പറ്റുന്നൊരവസ്ഥയല്ല. എന്തായാലും ഞാനൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഓക്കെ. നാളെ രാവിലെ 10 മണിക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ടാമി. രാത്രി വെളുപ്പിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. എനിക്കിപ്പോ ഈ പാല് വേണ്ടായിരുന്നല്ലോ. രാത്രി ഇരുന്ന് വർക്ക് ചെയ്യണ്ടല്ലേ, കുടിച്ചോ. ആമി ഉറങ്ങുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അതെ, ആമി ഇന്ന് എന്റെ ബെഡിൽ കിടന്നോ. ആമി എന്റെ അടുത്ത് കിടപ്പുണ്ടെങ്കിലേ എന്റെ വർക്കൊക്കെ പെട്ടെന്ന് കഴിയും, ഉറക്കവും വരത്തില്ല. ഇല്ല മോളെ, ഞാൻ അപ്പുറത്ത് കിടന്നോളാം. അതെ ആമി, ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തതെല്ലാം ഓർത്ത് ഉറക്കം കളയരുത്. ഇനി ബിപിയുടെ ഗുളിക മാറ്റേണ്ടി വരും. ഇല്ല മോളെ, മോളെ പാല് കുടിക്കേ. ഞാൻ കുടിച്ചോളാം ആമി. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കേ. കുടിക്കാം.
കിടന്നിട്ട് ഉറക്കം വരണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും എന്നെ പ്രസവിച്ച എന്റെ അമ്മയാ. അമ്മ ഇനി എന്തെങ്കിലും കടുങ്കയ്യങ്ങണം ചെയ്യുമെന്ന് ദുസ്വപ്നം കണ്ട് പോയതാ ഞാൻ. ഒരു മകനല്ലേ ഞാൻ? എന്നിട്ട് ദുസ്വപ്നം കണ്ടതുപോലൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഞാനിന്ന് അവിടെ പോയതാണോ അതോ അപർണ എന്നെ കാണാൻ ഇവിടെ വന്നതാണോ എനിക്ക് കൂടുതൽ ടെൻഷനായത്? അവിടെ ആരും നിന്നെ കണ്ടില്ലെന്ന് മനസ്സിലായി. കണ്ടിരുന്നെങ്കിൽ ബാലുവിനൂടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നല്ലോ. കൊച്ചച്ഛൻ എന്നെ കണ്ടായിരുന്നു, പക്ഷെ ഭയന്നുപോയി. ഓ, നീ മരിച്ചതാണല്ലോ. അപ്പോ പ്രേതാണെന്ന് വിചാരിച്ചാണോ അങ്ങേര്? നോക്ക് ബാലു, നീ എന്തനാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാലും ആമി ഒരു കടുങ്കയും ചെയ്യാൻ പോണില്ലെന്ന് എനിക്കറിയായിരുന്നു. ഒറ്റ മകനായി നീ മരിച്ചതറിഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. അതിലും വലുതൊന്നും അല്ലല്ലോ നീ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞത്. ആമി ഒന്നും ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല. അതവർക്ക് നിന്നെ പോലെ മനുഷ്യപ്പറ്റില്ലാത്തോണ്ടല്ല, കാരണം മറ്റൊന്നാണ്. അപർണ താൻ എന്തെങ്കിലും ചെയ്താൽ അപർണ ഒറ്റയ്ക്കാവുമെന്ന് ആമിക്കറിയാം. ആ കുട്ടിയെ തനിച്ചാക്കിയിട്ട് അവരെന്ത് ചെയ്യാൻ? എവിടെ പോവാൻ? എന്റെ മുന്നിൽ ജീവിതം ഇപ്പൊ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു പുതിയ വഴി തുറക്കാതെ മുമ്പോട്ട് പോവാൻ പറ്റില്ല. ഏറ്റവും അത്യാവശ്യം പണമാണ്. അതെ, എങ്ങനെയും കിട്ടിയേ തീരൂ. ഞാനൊരു മഹതി അല്ല താനും, പക്ഷേ ഹിയ ഒരു മനുഷ്യ സ്ത്രീയാണ്. വരും വരായികകൾ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ നിന്റെ അമ്മയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. എന്റെ മോന്റെ അച്ഛൻ നീയാണെന്ന്. ആ വാർത്ത കേൾക്കുമ്പോ അവരൊന്ന് ഞെട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതും ഞെട്ടിക്കണമെന്നാണ്. എങ്കിലേ ബാലുവിന്റെ സ്വത്തിന്റെ ഒരു ഭാഗമെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. പക്ഷേ നിന്റെ അമ്മ അതിന്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപർണയുള്ളിടത്തോളം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് ഉള്ളിൽ തോന്നിയിരുന്നു. അതുകൊണ്ടാ അങ്ങനൊരു വാർത്ത അവരെ അറിയിച്ചത്. ഒരു കാരണവശാലും എനിക്ക് കിട്ടാനിടയില്ലാത്ത സ്വത്ത്
ഞാൻ ബാലുവിന് നേടിത്തരികയാണ്. അത് മറക്കണ്ട. ഞാനും എന്റെ മോനും അതിന്റെ പങ്ക് അനുഭവിക്കാൻ പോകുന്നുവെന്നേ ഉള്ളൂ. കിട്ടിക്കഴിയുമ്പോ അവകാശം നീയാകുമല്ലോ അല്ലേ? പ്രിയ, ഛെ, കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് നേരത്തെ എണീക്കണം. രാവിലെ ഓട്ടം തുടങ്ങണമല്ലോ. ആ ലൈറ്റ് ഓഫ് ചെയ്തേ. എന്നേക്ക് എന്നിട്ട് നാളെ വിളിച്ചു കഴിയുമ്പോ ശരിയാവും. തലവേദന എല്ലാം അങ്ങ് മാറിക്കോളും. ഈ തലവേദന മാറാവ്യാധിയാ. ഇതേ വിട്ടുപോകത്തില്ല. മധുവേട്ടൻ ഈ കാപ്പി കുടിക്കും മധുവേട്ടാ. എന്നാലും 8ന്റെ അല്ല 16ന്റെ പണിയല്ലയോ പ്രഭേ കിട്ടിയത്. ബാലുവിന്റെ ബാധ ആവാഹിച്ചെന്ന് വെറുതെ ആക്ട് ചെയ്തല്ലേ പ്രഭേ ഞാൻ. അതാവും പറ്റിയതാ. എന്നാലും എന്റെ ബാധേ മെഴുക് പ്രതിമ പോലെയുള്ള ആനന്ദം എവിടെയുള്ളപ്പോ എന്റെ ദേഹത്ത് എന്തോത്തിനാ കേറിയത്? എന്റെ ഈ നല്ല ശരീരം എന്തോത്തിനാ തെരഞ്ഞെടുത്തതേ? എന്റെ മധുവേട്ട കൊറേ നേരെ മധുവേട്ട ബാധ കേറി എന്ന് പറയണ. മധുവേട്ട മുമ്പിൽ വന്ന് നിന്നൂന്നല്ലേ പറയണ? അതിന്റെ അർത്ഥം ബാധ കേറിന്നാണോ? ആണടി. അവന്റെ ആ മണവും അതിപ്പോഴും ഈ വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഒന്ന് മണപ്പിച്ച കണ്ടോ? മണമുണ്ടോ? അവനെ ഒഴിഞ്ഞു പോകത്തില്ല. അവന്റെ ആ നിപ്പും കണ്ണിരാത്തിയും ഞാൻ കണ്ടതാ. കൽത്തോട്ടത്തിലെ കല്ലെല്ലാം പെറുക്കി വെച്ച് കല്ലറ പണിത് ആവാഹിച്ച് അതിനെ കുടിയിരുത്തിയില്ലെങ്കിലേ നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പരിഹാരക്കുറി വേണമെന്നാ വല്യമ്മയും പറയുന്നത്. ഓ ഓ ആനന്ദം എന്തേ? അവർക്കല്ലേ ഈ തരികിട മന്ത്രവാദവും കൂടോത്രമൊക്കെ അറിയുന്നേ. ഇങ്ങ് വിളിക്കവളെ. മന്ത്രവാദവും കൂടോത്രമൊക്കെ എന്താ നോക്കാൻ വേണ്ടിട്ട് രാവിലെ എന്തൊക്കെയോ വാരിക്കെട്ടിപ്പറക്കി പോയിട്ടുണ്ട്. പോയോ? എങ്ങോട്ട് പോയി? നാട്ടിലേക്ക്. അവിടെ നാട്ടിലെന്തോ വലിയ ജോത്സ്യനുണ്ടെന്ന് ബാധ ഒഴിപ്പിക്കുന്നേ. അപ്പൊ മൂപ്പരെന്തോ ചരടോ എന്തോ കെട്ടിത്തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ടോ? ഈ എന്നെ താങ്ങിപ്പിടിച്ച് ഈ പരുവത്തിലുള്ള എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാനോ? ആണ്ടബാധ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതേ ശരിയായി ഭവിക്കുമോ എന്റെ സ്വയംപ്രഭേ? നിനക്കിപ്പോഴും വേദനയുണ്ടോ മോനെ? എനിക്കൊരു കുഴപ്പമില്ല മമ്മി, ഞാൻ ഓക്കെയാണ്. ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോ ഇത്രയെങ്കിലും പറ്റണ്ടേ? സിദ്ധു, സിദ്ധു എങ്ങനെട്ട് മോനെ? കുഴപ്പമില്ല ഉപ്പ, ബെറ്റർ. നമ്മളിവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പറയുമ്പോ സിദ്ധുവിന് ഭയങ്കര ദേഷ്യമല്ലായിരുന്നോ? പിറന്നാളെന്ന് കേൾക്കുന്നത് തന്നെ ദേഷ്യം അവന്. എന്നിട്ട് പപ്പയും മമ്മിയും ഒരുമിച്ച് അവന് വേണ്ടി ഭജന ഇരിക്കാൻ പോയ തക്കം നോക്കി ആ പെണ്ണിനെ കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയതല്ലേ? അതിന് ദൈവം കൊടുത്ത ശിക്ഷയായി ഈ അപകടം എന്ന് ദൈവം ചേട്ടത്തി വിളിച്ചു പറഞ്ഞു. എന്നാലും സ്കൂട്ടറില് കാറ് വന്ന് ഇടിച്ചു എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പനാ രക്ഷിച്ചത്. മമ്മി, എന്നെ ഈശ്വരൻ രക്ഷിക്കും. തെറ്റെയ്തവരല്ലേ ശിക്ഷിക്കണ്ടേ? തെറ്റെയ്തവരെ ശിക്ഷിച്ചിരിക്കും. ഏത് കാറാണെന്നോ അതിന്റെ ഡീറ്റെയിൽസ് വല്ലതും അറിഞ്ഞോ? ഇല്ല പപ്പ. അതെ, വണ്ടിയുടെ നമ്പർ പോലും കിട്ടിയിട്ടില്ല. ഇതാ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതുകൊണ്ട് സംഭവിച്ചതാ പപ്പ. നീ ഓഫീസിൽ പോകുന്നുണ്ടോ? എന്തിന്? കുറെ ദിവസം പോവണ്ട, ഇവിടെ ഇരുന്നാ മതി. പക്ഷെ മമ്മി, ഒന്നും പറയണ്ട. ഫോണിലൂടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിയാം. വേണ്ട നിർദ്ദേശങ്ങൾ ഇവിടെ ഇരുന്ന് കൊടുത്താ മതി. എന്നാലും ഓഫീസിൽ ചെന്ന് ചില ആളുകളെ നേരിട്ട് കാണുന്നതാണല്ലോ അതിന്റേതായ ഒരു സുഖം.
അതിനിടയിൽ വേറൊരു വാർത്ത കൂടി ഞാൻ കേട്ടു. ആക്സിഡന്റ് ഉണ്ടായ ശേഷം നീ അപർണ മുരളിയുടെ വീട്ടിൽ പോയെന്നോ അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായെന്നോ ഒക്കെ. പപ്പ, ആക്സിഡന്റിന് ശേഷം നടക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. നമ്മുടെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി എന്നുള്ളത് ശരിയാ. ഇഷ്യൂ ഉണ്ടായത് ഇവിടുന്ന് ചിലർ വന്നതിന് ശേഷമാ. അതിന്റെ വിവരങ്ങൾ ചേട്ടത്തി വിശദമായിട്ട് പറയും. പറഞ്ഞു കൊടുക്കണേ ചേട്ടത്തി, നടന്ന കാര്യങ്ങൾ മാത്രം. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ബാലുവിനെ പറ്റി മോശമായിട്ടൊരു വാക്ക് പോലും പറയില്ല കേട്ടോ. അത് പേടിക്കണ്ട. എന്റെ മകന്റെ അച്ഛനല്ലേ. അപർണയ്ക്ക് ബാലു മോതിരമിട്ട് കല്യാണം ഉറപ്പിച്ച ഒരാൾ മാത്രമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. അവനെ അറിഞ്ഞവളാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വീട്ടുകാര് തീരുമാനിച്ചതനുസരിച്ച് അവരുടെ മുന്നിൽ വെച്ച ബാലു ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടന്നത്. വിവാഹ തീയതി നിശ്ചയിച്ചതും വീട്ടുകാരാ. നിങ്ങളോ എങ്ങനെയോ ഒരു കുട്ടി ഉണ്ടായി എന്നല്ലാതെ അംഗീകരിക്കപ്പെട്ട എന്ത് ബന്ധുവാ ബാലു റിയയും തമ്മിലുള്ളത്? ആ ബന്ധത്തിന് ഒരു സാക്ഷിയെങ്കിലും ഉണ്ടോ? മനസാക്ഷി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും, വെറുതെ തർക്കിക്കാൻ വേണ്ടി. അങ്ങനെ തർക്കിച്ച് ജയിക്കേണ്ട കാര്യം എനിക്കില്ല. ബാലു ഇട്ട് തന്ന മോതിരം അണിയാനേ അപർണയ്ക്ക് ഭാഗ്യം ഉണ്ടായുള്ളൂ. അത് കല്യാണമല്ല, വെറും ഒരു ഉറപ്പ് മാത്രമാണ്. എന്നാ അവൻ കെട്ടിത്തന്ന മിന്നു കഴുത്തിലണിയാൻ ഭാഗ്യമുണ്ടായവളാണ് ഞാൻ. ഈ മിന്ന് അവൻ കെട്ടിത്തന്നതിന് ഇനി തെളിവ് ചോദിക്കോ? അതെ, നമ്മൾ ഒരു മതിലിനപ്പുറത്തല്ലേ. ഞാൻ ഇവിടെ നിന്ന് താമസിച്ചോട്ടെ. പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. ഓ, സമയം പോയി. റെഡിയാവട്ടെ. എന്താ? റിയയുടെ മകൻ എവിടെ? കണ്ണൂരാ. ഒരു ബോർഡിങ്ങിൽ നിർത്തിയേക്കുവാ. ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്നും ആലോചനയുണ്ട്. റിയയുടെ മോൻ എവിടെയെന്ന് അപർണ ചോദിച്ചില്ലേ? അവൻ എന്റെ മാത്രം മോനല്ല, ബാലുവിന്റെയും കൂടി കുഞ്ഞ. ക്യാഷ് വേണോ അതോ ചെക്ക് വേണോ? അതിനെന്താ, എനിക്ക് ക്യാഷ് ആയിട്ട് മതി. ഓ, അപ്പൊ എങ്ങനെ പോലീസിനെ വിളിക്കല്ലേ? എന്തിന്? പോലീസ് വന്നിട്ട് ഡീലിങ്സ് അങ്ങ് തീർക്കട്ടെ. പോലീസ് എന്നൊക്കെ പറഞ്ഞ എന്നെ വരട്ടാണോ? താനിപ്പ ചെല്ല് പോ. എന്ന് പറഞ്ഞ എങ്ങനെയാ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ? തന്നോടാ ഞാൻ പറഞ്ഞത്, പോവാൻ ഇവിടുന്ന്. വല്ലതും കൊടുത്ത് സെറ്റിൽ ചെയ്യും മേഡം, അതായിരിക്കും നല്ലത്. ആ, സാറിന് വിവരമുണ്ട്. ഒരുപാട് ഷോ ആണെങ്കിലേ. തന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. വിവരം അറിയിക്കണമെന്ന് വെച്ചാൽ അറിയിച്ചിരിക്കും. എടോ, തനിക്ക് ഞാൻ കുറച്ച് പൈസ ഇട്ട് തരാം, പോ ഇവിടുന്ന്. ആ, ഇതെന്തോ ഉടായ്പാണെന്ന് മനസ്സിലായി. കാശ് ഞാൻ മേടിച്ചോളാം. ഇപ്പൊ പോവാ. ചേട്ടത്തി, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ടാർജറ്റ് ആരായിരുന്നെന്നും. സിദ്ധു, എനിക്കൊന്നും അറിയത്തില്ല സിദ്ധു. മമ്മ എന്തോ പ്ലാൻ ചെയ്തതാ.
എനിക്കറിയാം മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടെ മമ്മിയുടെ ആയിരിക്കും, പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത പ്രധാന പങ്ക് ചേട്ടത്തിയുടെ. പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ അനീതി. മമ്മിയും 2 മക്കളും പ്രതികളാവും. സിദ്ധു, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അപ്പൊ കുഴപ്പം ഉണ്ടായിരുന്നെങ്കിലോ? ക്രിമിനൽ ഒഫൻസാ ചെയ്തിരിക്കുന്നത്. എന്താ വേണ്ടെന്ന് ഞാനായിട്ട് തീരുമാനിക്കുന്നില്ല. പപ്പയും മമ്മി എന്താന്ന് വെച്ചാ. അല്ല, സാറിനോട് അഭിപ്രായം ചോദിച്ചെന്നാ പ്രതിഭ മാഡം പറഞ്ഞത്. എന്നോടോ? എപ്പോ? സാറ് രാവിലെ നേരത്തെ ഓഫീസിൽ വരുമ്പോ ഡിസ്കസ് ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷെ സാറ് ലേറ്റ് ആയതുകൊണ്ട് ഞാനങ്ങ് നേരത്തെ ചെയ്തുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ലേറ്റ് ആയതാണോ കുഴപ്പം? രാവിലെ എനിക്കൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞേ എനിക്ക് വരാൻ പറ്റിയുള്ളൂ. തർക്കവും വഴക്കവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എല്ലാം പഴയതുപോലെ റീഅറേഞ്ച് ചെയ്തത്. തർക്കം ആർക്കാ? ഇവിടെ വഴക്കാർക്കാന്ന്. കുഴപ്പമില്ല സർ, ഞാനിവിടെ കംഫർട്ടബിൾ ആണ്. കണ്ടോ, അപർണയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്താ? പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. എന്റെ തലയ്ക്ക് മുകളിലൂടെ ഇവിടെ ആരും ഐഡിയ വർക്ക്ഔട്ട് ചെയ്യണ്ടോ? ഞാൻ പറഞ്ഞ എവിടെയാണോ അവിടെ തന്നെ അപർണയുടെ ഫയലുകൾ വെച്ചാ മതി. എല്ലാം പഴയ പോലെ അറേഞ്ച് ചെയ്യ്. അപർണയുടെ ഫയലുകളെല്ലാം അവിടെ തന്നെ കൊണ്ടുപോയി വെക്ക്. ഞാൻ വെച്ചോളാം. നോ, അത് പറ്റില്ല. എടുത്തവര് തന്നെ എടുത്തോടത്ത് കൊണ്ടുപോയിക്ക്. എടുക്ക്, എടുക്കാൻ. ഇതുവരെ നിങ്ങൾ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരുന്ന് വോക്ക് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപർണ ചെല്ല്. യെസ് സർ. എടോ, തനിക്കിരിക്കാൻ ചെയറില്ലേ? അതൊക്കെ അവരുടെ അടുത്ത് മാറ്റി സർ. ഇതങ്ങോട്ട് വെച്ചോ. സർ ഞാൻ എടുത്തോളാം. സർ കാല് ഇല്ല, വയ്യാത്തല്ലേ? കുഴപ്പമില്ല. അയ്യോ. ഇതിപ്പോ അവക്ക് പാര വെക്കാൻ നോക്കിയിട്ട് അതോടെ എനിക്ക് പണിയായല്ലോ. മോശം. ഇനി അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവില്ലെന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എങ്കിലും സൂക്ഷിക്കണം. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല സർ, വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു പെൺകുട്ടിയല്ലേ, എന്നെ നോക്കാനേ എനിക്കറിയാം. ഈ ആറ്റിറ്റ്യൂഡ് കൊള്ളാം. പെമ്പിള്ളേരായാലേ ഇങ്ങനെ വേണം. ആ പിന്നെ, ഞാനിപ്പോ പറഞ്ഞ കാര്യം തൽക്കാലം വേറെ ആരോടും പറയണ്ട. ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ. സ്ട്രോങ്. കോഫി സാറിന് വേണോ? ചെല്ലേ.
പണ്ടത്തെ കാർന്നോമാര് പറയും മൂവന്തി നേരത്ത് മൂദേവിനെ വിളിച്ച് കയറ്റരുതെന്ന് വീട്ടില്. അത് ദോഷമാ. ലോകത്തുള്ള എല്ലാ ഓഫീസും 5 മണിക്ക് അടയ്ക്കുമല്ലോടി. നിന്റെ ഈ സൊനാലി മാത്രം 24 മണിക്കൂർ തുറന്നു വെച്ചേക്കുന്നു. എന്റെ പൊന്നു കൊച്ചെ, നിന്റെ മുതലാളിനോട് പറ എനിക്ക് 5 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 9 മുതൽ 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. അങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുക്ക്. വല്ല വീട്ടിൽ ചെന്നവരുടെ പെണ്ണ എന്താ നോക്കുന്നത്? ഇമ്മാരിയുടെ തോന്നിയാസം കാണിച്ച ഒരു ചൂലെടുക്കുന്നിടത്ത്. അതെ, ചൂലെടുക്കാനേ എനിക്കും അറിയാം. എന്റെ ആമി എന്നെ അതും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നാമി, ഈ പെങ്കുച്ചനോട് എന്ത് പറഞ്ഞിട്ട് ഈ പാവം പിടിച്ച് എന്നോട് ഇങ്ങനെ ചാടിക്കളിക്കുന്നത്? എന്റെ പൊന്നു കുഞ്ഞമ്മ, സന്ധ്യ നേരത്തെ വിളക്ക് വെക്കുമ്പോഴെങ്കിലും ഇമാതിരി വർത്താനം പറയാതെ സന്ധ്യാനാമം ചൊല്ലാൻ നോക്കാം. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആമി ആമി കേട്ടോ അവള് പറഞ്ഞിട്ട്? അതൊക്കെ ഞാൻ കേട്ടു. എന്താ കാണിച്ചത്? ആമി അന്നത്തെ പോലെ തന്നെ കേട്ടോ. പക്ഷെ പ്രഭുമാമി കുറച്ചുകൂടെ തടിച്ചിട്ടുണ്ട്. പോടെ ചെറുക്ക, ഞാനിപ്പോ വണ്ണം കുറച്ചതാ. അപ്പൊ തടിച്ചപ്പോ എന്തോ ആയിരിക്കും. അയ്യോ, നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ എങ്ങനെ അറിയാനാ? ഞാനിവിടെ ഇല്ലല്ലോ. ഇന്ന് വരെ നീ പറഞ്ഞില്ലല്ലോ. അതിന് ഇവൻ എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന്റെ പേരാണ് സസ്പെൻസ് ആൻഡ് സർപ്രൈസ്. ഓ, മനസ്സിലായി. മാമ സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ നിർത്തി. കുടി നിർത്തിയ? സ്കോച്ച് നിർത്തി. ഇപ്പൊ ബ്രാൻഡിയാ. ആമി കാര്യമാക്കണ്ട, ഇതെന്റെ ബ്രാൻഡാ. കിടക്കും. 3 നേരം മരുന്ന് കഴിക്കണ മനുഷ്യനാണേ. ഇതും ഒരു മരുന്നാ. മധുവേട്ടാ, എടാ മോനെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിന്നെ വിളിച്ചപ്പോഴും നീ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്ന് മാമ, അതൊരു വലിയ കഥയാണ്. പിന്നെ നമ്മുടെ US-ലെ കമ്പനി മാനേജറുടെ അണ്ണാക്കിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ആദ്യം കിട്ടിയ ഫ്ലൈറ്റും പിടിച്ച് ഒറ്റ പോക്ക. അതെ, നമ്മുടെ സ്വന്തം നെടുമ്പാശ്ശേരിയിൽ കുതുകളുടെ സ്വന്തം സ്ഥലം. പിന്നെ ഞാനൊന്നും നോക്കിയൊന്നുമില്ല. അവിടെ വന്ന് ലാൻഡ് ചെയ്ത് ആദ്യം വന്നൊരു ടാക്സിയും പിടിച്ച് നേരെ കൽത്തോട്ടത്തിലേക്ക്. അപ്പഴാ ഇവിടെ വന്നപ്പോ ഇവിടെ എങ്ങ ആരുമില്ല. എന്നാ പിന്നെ പെട്ടി ഇറക്കി വെച്ചൊന്ന് ഞെട്ടിച്ചേക്കാന്ന് വിചാരിച്ച ഇങ്ങോട്ടേക്ക് കയറി. എന്റെ മാമ, ഒരു അന്യായ ഞെട്ടിക്കലായി പോയി. കൽത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ ഇടി. ഇവനൊരു മാറ്റില്ലല്ലേ മധുവേട്ടാ, പണ്ടത്തെ പോലെ തന്നെ. എന്തിനാ മാമ ഇങ്ങനെ വെറുതെ ബലം പിടിക്കണേ? മാസലുകൾ ഫ്രീ ആക്കി ഇടണം. ദാറ്റ്സ് മൈ പോളിസി. മാമനും അറിയാലോ, അല്ല മാമ? ഇതിപ്പോ സിനിമയില് പുതിയ ക്യാരക്ടർ വരുന്ന പോലെ ആയി പോയല്ലോ എൻട്രി. എടി, സിനിമയിൽ കിട്ടുന്ന ഇടി ഇത്രയ്ക്ക് ഒറിജിനൽ ആയിരിക്കില്ല. അങ്ങനെ ഇരിക്കും പെൺപിള്ളേരോട് കളിച്ച കേട്ടോ. എന്റെ മാഡം സമ്മതിച്ചേ. അതെ, ആങ്ങളേരെ മോൻ വരുന്നു പറഞ്ഞേറ്റ് പ്രഭ കുറച്ച് ദിവസമായിട്ട് വളരെ ഉത്സാഹത്തിലായിരുന്നു കേട്ടോ. ശരിയാണോ? എന്താ ആങ്ങളയുടെ മോൻ പറഞ്ഞത്? അവൻ എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെയാ. പ്രഭേ, ശരത്തിന് ഇപ്പൊ എത്ര ദിവസത്തെ ലീവുണ്ട്? എന്താ പദ്ധതി എന്ന് വല്ലതും പറഞ്ഞോ അവൻ? നാട്ടിൽ തന്നെ നിക്കോ അതോ തിരിച്ച് US-ന് പോവോ? എന്റെ ആമി, നാട്ടില് ലീവിന് വന്ന് ഒരുത്തനോട് എന്നാ ലീവ് തീരുന്നത്, എന്നാ തിരിച്ചു പോകുന്നൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ? എന്തായാലും ഒരു കല്യാണത്തിന്റെ പദ്ധതിയൊക്കെ മണക്കുന്നുണ്ട്. വല്ല കാശുകാരി പെൺപിള്ളേരെയും പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ടായിരിക്കും വരുന്നത്. കുഞ്ഞമ്മയുടെ നാട്ടില് MBBS നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ അമേരിക്കയില് ജോലി ചെയ്യുന്ന പെൺപിള്ളേര് കാണുമല്ലോ. അതിലേതിനെങ്കിലും ചൂണ്ടി വെച്ചിട്ടായിരിക്കും അവന്റെ വരവ്. ശരിക്കും പറഞ്ഞ ഞാനും അങ്ങനെ വിചാരിച്ചത്. ഞാനവനോട് ചോദിക്കുകയും ചെയ്തുടാ വല്ല മതാമാരെയും കണ്ടുവച്ചിട്ടുണ്ടോന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു? അവൻ പറഞ്ഞെന്താന്നറിയോ? അവൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ
മലയാളി പെൺപിള്ളേരുടെ അത്രയും സൗന്ദര്യവും അടക്കവും ഒതുക്കവും വിദ്യാഭ്യാസം കുടുംബ മഹിമയും ഉള്ള വേറെ പെൺപിള്ളേർ ലോകത്തില്ലാന്നാ പറയണേ. അത് തന്നെയല്ലടി അവന് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു കൊച്ചിനെ കണ്ടു കെട്ടാൻ വേണ്ടിട്ട് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവൻ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കും. ഞാൻ നാട്ടിൽ ചെന്നപ്പോഴത്തേനും കൃഷ്ണേട്ടൻ പറഞ്ഞത് വരുന്ന ചിങ്ങത്തിൽ അവനെ കെട്ടിക്കണമെന്നാ. പക്ഷെ കൃഷ്ണേട്ടൻ ഒന്ന് വിട്ടു പറഞ്ഞില്ല ആമി. ആണോ? ആമി പിന്നെ ഇനി ആ പേപ്പർ ഇങ്ങോട്ട് തന്നെ അതോടെ ഇട്ടാ മതി, ഫിനിഷ് ആവും. നിന്റെ ഫോൺ അടിക്കുന്നല്ലോ. അതാരാ നോക്കി കുഞ്ഞമ്മേ? MD എഴുതിയേക്കുന്നു. അത് ഞാൻ വിളിച്ചോളാം. ഞാൻ എടുക്കട്ടെ? വേണ്ട, ഞാൻ വിളിച്ചോളാം. എന്തു ഓഫീസിൽ നിന്ന് വന്ന് കേറുള്ളല്ലോ. വിളിയോട് വിളിയാണ്. ഇത് എത്ര പ്രാവശ്യം വിളിക്കണം? അവളെന്താ ഫോൺ എടുക്കാത്ത? ചീഫ് ഡിസൈനറാണ് പോലും. വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഷെയർ ചെയ്യാന്ന് വെച്ചാ കോൾ അറ്റൻഡ് ചെയ്യണ്ടേ? ചേച്ചി, എന്നാലും ഇങ്ങനെ കിടന്ന് വിളിക്കണ എന്തിനാണോ? ചേച്ചി ഇതേ ഫോൺ കുറെ നേരമായിട്ട് റിങ് ചെയ്യുന്നു. സിദ്ധാർത്ഥ് സാറാ, ഇപ്പൊ കട്ടായി. എമർജൻസി ആയിരിക്കും. നീ മരുന്നുണ്ടോ കൊടുത്തേക്കല്ലേ? ഇനിയിപ്പോ എങ്ങനെ വരാനാ? മിനിഞ്ഞാന്നോ? വിളിക്കട്ടെ. അവൾ അവിടെ ഇരുന്ന് വിളിക്കട്ടെ. ആമി, സാർ എടുക്കുന്നില്ല. കൊറേ പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, ഞാൻ ശ്രദ്ധിച്ചതേയില്ല. സോനാലിയുടെ MD ആണോ? അതെ. ഓഫീസിൽ ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നുമില്ല. വർക്ക് ഫ്രം ഹോം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. ഒരു കാര്യം ഫോണിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. മീറ്റിംഗും കോൺഫറൻസും എല്ലാം ഓൺലൈനാ. സൂം മീറ്റിംഗ് നിനക്കറിയില്ലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ തന്നെയാ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒരു കാര്യമില്ല. ഇനിയും ഫുഡ് വൈകുമെങ്കിലേ ഞാൻ ഒന്നുകൂടി മോളിൽ മധുവായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൊറേ നേരമായി മധുവായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ട്. എന്താ പ്രഭേ മോളിൽ എന്തുവാ അനന്തരവൻ കൊണ്ടു കൊടുത്ത മരുന്ന്, കളറ് മരുന്ന്. ആപ്പിറ്റൈസറായിട്ടാ സാധാരണ എല്ലാരും കുടിക്കാറുള്ളത്. ഇത് അച്ഛൻ വയറ് നിറയാൻ വേണ്ടിട്ടാ കഴിക്കുന്നേ. എടി മാമ ഹെൽത്തി അല്ലടി, കഴിക്കട്ടെ. നിനക്കല്ല നല്ല ബെസ്റ്റ് അനന്തരവൻ, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഫോറിൻ സാധനല്ലേ, നമുക്കൊന്ന് രുചിച്ച് നോക്കിയാലോ? നിനക്ക് ഞാനൊരു സാധനം ആരോടും പറയണ്ട. നിനക്കുള്ള തീരെ കൊണ്ടുവന്നു. കൊറേ ഉണ്ട്. നിനക്ക് എത്ര വേണം? പിന്നെ സെറ്റ് എത്ര വേണം? എന്തുവാ രണ്ടുപേരും കൂടി രഹസ്യം പറയുന്നേ? നോ, ആന്റിമാർ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ പിള്ളേരുടെ കമ്പനിയാ. വേണ്ട, വേണമെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിക്കോ നോക്കട്ടെ. എന്താ സിദ്ധു, നീ എന്താ തനിയെ പറയുന്നേ? ഒന്നുമില്ല മമ്മി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? മമ്മി എനിക്കൊരു കോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന. ഒരാൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല ഇതുവരെ. ആര്? അപർണയാണോ? മമ്മിക്ക് ഇതെന്താ? എന്തു പറഞ്ഞാലും ഒരു അപർണ. അയാൾ ആരാ? എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. അയാൾ എന്തിനാ എന്നെ ഈ നേരത്തെ വിളിക്കുന്നേ? അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യം വരാതെ ചുമ്മാ. ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളല് വരും. മുഖലക്ഷണം കണ്ടിട്ട് എനിക്ക് ചിലതൊക്കെ തോന്നുന്നുണ്ട്. എന്തോ മീ? ഏയ് ഒന്നുമില്ല. ഞാനേ നിന്നെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. പപ്പ എവിടെ വെയിറ്റ് ചെയ്യാം. മമ്മി ചെല്ലി, ഞാൻ വന്നോളാം. സിദ്ധു, സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. ഓ, ഞാൻ സൂക്ഷിച്ചിറങ്ങിക്കോളാം.
ഞാനൊരു കാര്യം പറഞ്ഞാ ചാടിക്കേറി ദേഷ്യപ്പെടരുത്. ഇല്ല, പതുക്കെ ദേഷ്യപ്പെടൂ. കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യമാ. ആ, ഇൻട്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ടോപ്പിക് ഇതാണെന്ന്. ആമി, ഇന്നിപ്പോ രാത്രി ഇത്രയും സമയമായില്ലേ? നമുക്കേ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കല്യാണക്കാര്യം ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഇനി അലാറം വെച്ച് നേരത്തെ എഴുന്നേക്കണമെങ്കിൽ അതും ചെയ്യാം. മതി തമാശ കേട്ടോ. ഞാനിതേ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. മുമ്പ് പലതവണ ഞാനും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ ടോപ്പിക് അല്ലേ ഇത്? ടേക്ക് ഡൈവേർഷൻ എന്ന ബോർഡ് മുന്നിൽ കണ്ടിട്ടും ആ വഴിയെ തന്നെ പോണെന്നുള്ള വാശിയൊന്നും പാടില്ല. ദേ, എനിക്കൊരു ഉദാഹരണവും കേക്കണ്ട. ദേ നോക്ക്, സന്യസിക്കാനും തപസ്സിരിക്കാനും നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആമീന്ന് വിളിച്ച് നീ എപ്പോഴും വലിയ സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. അത് മനസ്സിൽ തട്ടിയ സ്നേഹമാണെങ്കിൽ ഈ കാര്യത്തിൽ അപ്പു എന്നെ അനുസരിക്കണം. എന്താ ആമി ഇപ്പൊ പറഞ്ഞത്? എനിക്ക് ആമിയോടുള്ള സ്നേഹം മനസ്സിൽ തട്ടിയതാണെങ്കിലെന്നോ? ദേ, ആമി ഇത് വേണ്ട കേട്ടോ. അത്രയും കേട്ടപ്പോഴേ നിനക്ക് നൊന്തോ? എന്നാലേ അതുപോലൊരു നോവുണ്ടാക്കുന്ന സംഗതിയാ ഞാൻ